ഹലോ, എല്ലാവർക്കും സിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മക്രോണി വെച്ചിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഈവനിങ് സ്നാക്സൊക്കെ ആക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ട് 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് മക്രോണി വേവിച്ചെടുക്കണം. അപ്പോൾ മക്രോണി നന്നായി വെന്തിട്ടുണ്ട്. വെന്ത മക്രോണി ഇനി ഒരു സ്റ്റെയിനറിൽ ഇട്ടിട്ട് അതിന് വെള്ളം വരാൻ വേണ്ടി വെക്കണം. അങ്ങനെ ഞാൻ വെച്ചേക്കുന്നതായത് വേഗം തന്നെ ഉണ്ടാക്കിയാലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള, അതുപോലെ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ, ഒരു കഷ്ണ ഇഞ്ചി, പിന്നെ കുറച്ച് ജീരകം, സാദാ ജീരകമാണ്, പെരുംജീരകമല്ല, പിന്നെ കുറച്ച് മല്ലിയില. ഇത്രയും ഇൻഗ്രീഡിയൻ്റാണ് ഞാൻ ഉണ്ടാക്കുന്ന പാസ്തയ്ക്ക് വേണ്ടത്. ഇനി ഓരോരുത്തരും ഓരോ സ്റ്റൈലിലല്ലേ ഉണ്ടാക്കുക. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. ഇത് എൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു സാധനം കൂടെ വേണം, ഒരു കോഴിമുട്ട. ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. എനിക്ക് കോഴിമുട്ട ഇട്ട് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികൾക്കും അതെ. അതുകൊണ്ട് ഞാനൊരു കോഴിമുട്ട അവസാനം ഇടാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പാസ്ത ഉണ്ടാക്കാനൊരു പാത്രം വേണം. അത് ഞാൻ ഈ പാത്രമാണ് എടുത്തത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിതാണ് എടുക്കുന്നത്. ഇനി നമ്മുടെ സ്റ്റൗ കത്തിക്കാം, പാത്രം വെച്ച് കൊടുക്കാം. ഇത് നന്നായി ചൂടായി, ഇതിൽ വെള്ളമൊക്കെ പോയി നന്നായി ചൂടായതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. പാത്രം ഇരുന്ന് ചൂടാകട്ടെ. ഓക്കെ, നമ്മുടെ പാത്രം നല്ല ചൂടായിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ സ്റ്റീം വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് ജീരകം ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടും. കഴിഞ്ഞു, ജീരകം പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടാൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ സവാള പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഞാൻ കയ്യിലാണ് കേട്ടോ ഉപ്പെല്ലാം എടുക്കുന്നത്. എനിക്ക് സ്പൂണിലെടുത്താൽ ശരിയാവില്ല, കയ്യിൽ തന്നെ എടുക്കണം. അപ്പോൾ ഞാൻ കയ്യിൽ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഒരു കാര്യം, നമ്മൾ മക്രോണി പാസ്ത വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടല്ലേ വേവിക്കുന്നത്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് വേണം ഇതിലേക്ക് ഉപ്പിടാൻ, കൂടിപ്പോകരുത്. നോക്കിയിട്ട് എല്ലാവർക്കും ഉപ്പ് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ഇട്ട് കൊടുക്കാം. ഈ സവാള നന്നായി വഴറ്റുക. ഇനി സവാള കുറച്ച് വാടി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇഞ്ചി ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഇഞ്ചി നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം. നമ്മുടെ തക്കാളി അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ കുറച്ച് ഒരു സ്പൈസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി. പിന്നെ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ എരിവ് കുറച്ചിട്ട്, അല്ലെങ്കിൽ കുരുമുളക് പൊടി ഇടാതെ ഓരോരുത്തരും ഇഷ്ടം പോലെ അങ്ങനെ ഉണ്ടാക്കാം. ഞങ്ങൾക്ക് കുറച്ച് എരിവ് വേണം, അതുകൊണ്ട് കുരുമുളക് പൊടി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. ഞാനിത് ഇത്തിരി എടുത്തിട്ടുണ്ട്, കുറച്ചിട്ട് കൊടുക്കാം. ഇനി കുറച്ച് പെപ്പർ പൗഡർ, അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുട്ട ആവശ്യമുള്ളവർ ഇട്ടാൽ മതി.
ഇഷ്ടമില്ലാത്തവരിടണ്ട. ഞാനിപ്പോഴും മുട്ടയിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്കും കുട്ടികൾക്കൊക്കെ മുട്ടയിട്ട് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മുട്ടയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റും. ഇനി നമുക്ക് മുട്ട നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്ത ഇതിലോട്ട് ഇടാം. പാസ്ത കുറച്ചധികം വെന്ത് പോയിട്ടുണ്ട്. ഇത്രയും വേവാതെ ഉടയാതെ ഇങ്ങനെ വേറെ വേറെ നിന്നിട്ട് അങ്ങനെ കിട്ടണം. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയിട്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം.